8,000 കിലോമീറ്റർ നടന്ന് ശബരിമലയിലെത്തിയ ഒരു സ്വാമിയെ പരിചയപ്പെടാൻ ഇനി 200-ലധികം ദിവസമെടുത്താണ് തീർത്ഥാടനം ഇദ്ദേഹം പൂർത്തിയാക്കിയത്. എന്നോടൊപ്പം ഉള്ളത് സനത് കുമാർ സ്വാമി. സ്വാമി 8,000 കിലോമീറ്റർ യാത്ര ചെയ്താണ് സന്നിധാനത്തെത്തിയത്. എവിടെ നിന്നാണ് സ്വാമി തീർത്ഥാടനത്തിന്റെ തുടക്കം? എവിടെ നിന്നാണ് തുടക്കം? ബദ്രിനാഥ് ക്ഷേത്രങ്ങളിലാണ്. ഞാൻ സ്വദേശം കാസർഗോഡാണ്. കാസർഗോഡിൽ നിന്ന് ട്രെയിൻ മുഖേന ഹരിദ്വാർ ചെന്ന് ഹരിദ്വാറിൽ നിന്ന് ടാക്സി വഴി ബദ്രിനാഥിലെത്തി. കേദാർനാഥ് സന്ദർശിച്ച് ഉള്ളിൽ ബദ്രിനാഥിലെത്തി. ജൂൺ 2-ാം തീയതി ബദ്രിനാഥിൽ കെട്ടുനിറച്ചു. 250 കിലോമീറ്ററാണ് മലയുള്ളത്. അവിടെ നിന്ന് നടന്നാണ് നമ്മൾ മുന്നോട്ടുള്ള അയോധ്യയിലേക്ക് വരുന്നത്. ബദ്രിനാഥിൽ ശങ്കരാചാര്യരുടെ തലമുറക്കാരാണ് അവിടെ പൂജ ചെയ്യുന്നത്. അവരുടെ സാന്നിധ്യത്തിൽ കെട്ടുനിറച്ച് അവിടെ നിന്ന് നമ്മൾ ജൂൺ 3-ാം തീയതി ഇറങ്ങി. ആ സമയത്ത് തണുപ്പായിരുന്നു. അവിടെ നമ്മൾ രാവിലെ 2:30 മണിക്ക് യാത്ര ആരംഭിക്കുകയായിരുന്നു. നമ്മൾ 223 ദിവസം കൊണ്ട് സന്നിധാനത്തിലേക്ക് എത്തി. ഈ 223 ദിവസത്തെ അനുഭവം അത് ഒരുപക്ഷെ വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല എന്നറിയാം. എങ്കിലും ഈ സന്നിധാനത്തേക്ക് എത്തിയ ആ ഒരു നിമിഷം, അയ്യപ്പന്റെ ആ തങ്ക വിഗ്രഹം മുന്നിൽ തെളിഞ്ഞ ആ ഒരു നിമിഷം എന്താണ് തോന്നിയത്? സത്യം പറഞ്ഞാൽ ജീവിതത്തിലുള്ള ഒരു ഭഗവാന്റെ ദർശനം നടത്താനുള്ള ആഗ്രഹത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ആ ഭഗവാൻ നമ്മുടെ മുന്നിൽ വന്ന് നമ്മൾക്ക് നേരിട്ട് അനുഗ്രഹം നൽകുന്ന ആ ഒരു സന്തോഷമാണ്. ഇതിനെ പറഞ്ഞറിയിക്കാനുള്ള വാക്കുകൾ നമ്മളിലില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും അത് നമ്മൾക്ക് ആ നിമിഷം ഉണ്ടായ സന്തോഷത്തിന് ഇതാവില്ല എന്തായാലും. അപ്പം ഈ യാത്രയിൽ പല പല ആളുകളെ സ്വാമി കണ്ടു, പലരെ പരിചയപ്പെട്ടു. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് കൂടെ സന്നിധാനത്തെക്കുറിച്ചും അയ്യപ്പന്റെ ആ കഥകളുമൊക്കെ പറഞ്ഞാണോ ഓരോ സംസ്ഥാനവും പിന്നിട്ട് ഇവിടെ എത്തിയത്? നമ്മളെ ഉദ്ദേശം തന്നെ അതായിരുന്നു. ശബരിമലയുടെ ഐതിഹ്യത്തെക്കുറിച്ചും അയ്യപ്പന്റെ ശക്തി സ്രോതസ്സിനെ കുറിച്ചും നാട്ടിലും ഭാരതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും പ്രസരിപ്പിക്കുക. അതായിരുന്നു ഉദ്ദേശം. അതേപോലെ തന്നെ അത് സാധിച്ചു എന്ന് പോലും എനിക്ക് പറയാൻ പറ്റും. കാരണം മധ്യപ്രദേശിൽ നിന്ന് നമ്മൾ 2 പേരെ ശബരിമലയിലേക്ക് എത്തിക്കാൻ പറ്റി. ഇവിടുത്തെ വിശേഷതകൾ പറഞ്ഞതിന് ശേഷം അവർ മുദ്ര ധരിച്ച് ഇവിടെ വന്ന് പോയിരിക്കുകയാണ്. സ്വാമിനി മകരവിളക്കും കൂടെ കണ്ടിട്ട് മടങ്ങുന്നുള്ളൂ? അതെ, മകരവിളക്ക് കഴിഞ്ഞ് 15-ാം തീയതി രാത്രി ട്രെയിൻ മുഖേന നാട്ടിലേക്ക് തിരിച്ച് കാസർഗോട്ടേക്ക്. സ്വാമി ശരണം. അജിത് മാധവനൊപ്പം അശ്വജിത് സി, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.